എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ഒരു ബിഗ് ന്യൂസ് ആണ്. ബിഗ് ന്യൂസ് എന്നാൽ ഇന്നലെ രാത്രിയിൽ പലരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഹിൻഡൻബർഗ് എന്ന ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? ആരാണ് അവര്? തീർച്ചയായിട്ടും നിങ്ങൾ മറക്കത്തില്ല. നേരത്തെ അദാനിയുമായിട്ടുണ്ടായിരുന്ന ചില ഇഷ്യൂകൾ സംബന്ധിച്ച് അവർ വളരെ പ്രശസ്തരാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നലെ രാത്രി അവരിട്ട ട്വിറ്ററിൽ, അതായത് ഇപ്പോഴത്തെ എക്സിൽ അവരിട്ട ഒരു മെസ്സേജ് ആയിരുന്നു സംതിങ് ബിഗ് സൂൺ ഇന്ത്യ. ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്തോ ഒരു പണി വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് എന്തോ ഒരു പണി വരുന്നു എന്ന രീതിയിലായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. അപ്പം അതെന്തായിരിക്കും എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു സമയമായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയാം. പക്ഷെ അവർ ആ ഒരു ബോംബ് ഇപ്പോൾ അത് പുറത്തേക്ക് വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം. അത് സത്യമാണോ കള്ളമാണോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇവർ ഓൾറെഡി ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല നമ്മളുടെ ഷെയർ മാർക്കറ്റ് വീഴുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇനി ഷെയർ മാർക്കറ്റുകൾ വീഴുമ്പോൾ അവിടെ നിന്നും ഷോർട്ട് സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുമാണ്. തീർച്ചയായിട്ടും അവർ പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സെബി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മളുടെ സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധുരി പുരിയെ സംബന്ധിച്ചാണ് അവർ ഒരു ബോംബ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് പറയുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഈ ഹിൻഡൻബർഗ് ആരാണ്, അവരെങ്ങനെയാണ് നേരത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചതെന്ന് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, അല്ലെങ്കിൽ അദാനി എന്ന കമ്പനിയുടെ ഷെയറുകൾ വളരെ താഴേക്ക് ഇടിച്ചിടുന്നതിൽ, അല്ലെങ്കിൽ അവർക്ക് കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു ഹിൻഡൻബർഗ് എന്ന് പറയാം. അദാനിക്ക് പുറത്തുള്ള പല ഷെൽ കമ്പനികളുണ്ട്. അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ പൈസ അവരുടെ ഷെയറുകളെ ബൂസ്റ്റ് ചെയ്യാൻ അവരിവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള പല ന്യൂസുകളും മുന്നേ അവർ പുറത്തുവിടുകയും അദാനി ഷെയറുകളെ ശക്തമായി താഴേക്ക് ഇടിച്ചിടുകയും അവിടെ ഷോർട്ട് സെല്ല് ചെയ്ത് കോടികൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മില്യൺസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു ഹിൻഡൻബർഗ് എന്ന് പറയാം. നേരത്തെ അവർ അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിട്ടപ്പോൾ എന്തായിരുന്നു അദാനിയുടെ ഒരു ഷെയറിന്റെ അവസ്ഥയെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, അദാനിയുടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ATGL ആണ്. അതായത് അദാനിയുടെ കമ്പനിയുടെ ഷെയർ എന്നത് ആ സമയത്ത് 4000-ന് മുകളിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവരുടെ ആ ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിശക്തമായിട്ടുള്ള ഒരു ക്രാഷ് ആയിരുന്നു സംഭവിച്ചത്. നോക്കിയേ, എവിടേക്ക് വന്നു മാർക്കറ്റ്? നേരെ മാർക്കറ്റ് 500-ലേക്കെന്ന് നമുക്ക് പറയാം. ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന്റെ പ്രൈസ് വന്നു. അതായത് 4000-ൽ നിന്നും 500-ലേക്ക് പ്രൈസ് വീഴുക എന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ ഒരു 90% ക്യാപിറ്റലും വൈപ്പൗട്ട് ആവുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ വന്നു. ഇവരാണ് ഹിൻഡൻബർഗ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. കാരണം ഇവരുടെ റിപ്പോർട്ടുകൾ, ഇവരുടെ ഒരു സ്വഭാവം എന്നാൽ എന്താണ്, പല കമ്പനികളെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, അത് വ്യക്തമായി മനസ്സിലാക്കുകയാണോ, അറ്റവും പോലെ മനസ്സിലാക്കിയാണോ, അതോ കള്ളത്തരം ഉണ്ടാക്കിയാണോ എന്നതൊക്കെ വേറെ വിഷയം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം അത് പബ്ലിക്കിലേക്ക് വിടുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നു? ഈ കമ്പനികളെ ഷോർട്ട് ചെയ്ത് വെക്കുന്നു. ഷോർട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്താണ്, മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നു അല്ലേ? അതിനുശേഷമാണ് അവർ ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തേക്ക് വിടുന്നത്. അതോടെ ആ കമ്പനി താഴേക്ക് ഇടിഞ്ഞ് വീഴുകയും നല്ല രീതിയിലുള്ള ഒരു പണം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടത് ശരിയോ തെറ്റോ എന്നത് പിന്നീടുള്ള കാര്യമാണ്. അതിൽ തീർച്ചയായിട്ടും അവർ കേസിന് പോകും. അതിനൊരു നേരത്തെ തന്നെ അദാനിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ കേസ് നടക്കുകയാണ്. അവർ ഷോർട്ട് സെല്ല് ചെയ്ത് ഉണ്ടാക്കിയ പൈസയുടെ ഇരട്ടിയൊക്കെയാണ് അവർ അദാനി ഇപ്പോൾ തങ്ങളുടെ മാനനഷ്ടം എന്ന രീതിയിൽ അദ്ദേഹം പൈസ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് വേറൊരു വിഷയമാണ്. അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും അദാനിക്കെതിരെയുള്ള അന്വേഷണം നടക്കുമ്പോൾ സെബി പലപ്പോഴും അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഹിൻഡൻബർഗിന് അത്ര സുഖിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു പ്രതികാരമാണോ ഇത് എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. ഇത് തന്നെയാണ് സെബിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്, അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നുമല്ല, അത് അവരുടെ ഒരു പ്രതികാര രീതിയാണ് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഇന്നലെ അവർ പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് നമുക്ക് നോക്കാം. അതായത് സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധുരി പുരി അദാനിയുടെ ഈ ഷെൽ കമ്പനികളിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതല്ലെങ്കിൽ മാധവ് പുരിക്കും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനും ഇതുപോലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന രീതിയിലുള്ള വലിയ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ് ഇവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ വലിയ ഇൻവെസ്റ്റുകൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ബിഗ് ന്യൂസ് ആണല്ലേ. അത് ശരിയാണോ തെറ്റാണോ എന്നത് ഇനി വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവർ പുറത്തേക്ക് വിട്ട രീതി ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, അദാനിയുടെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൂടെ അവർ
പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷെൽ കമ്പനികളിലേക്ക് പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അത് അവിടെ നിന്നും ഇവിടെയുള്ള ഷെയറുകളിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കൂടി അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റ് ക്രാഷ് ആവുകയും ചെയ്തതാണ്. പക്ഷെ അവർ ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ സാധിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ മാർക്കറ്റ് ഇത് കേട്ട് തകരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തൊക്കെയാണ്? ആദ്യം എന്നാൽ നമ്മുടെ മാർക്കറ്റ് തകരണമെങ്കിൽ എങ്ങനെയാണ് തകരുന്നത്? എപ്പോഴും നമുക്കറിയാവുന്നതാണ്, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസാണ് പലപ്പോഴും മാർക്കറ്റിനെ തകർക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസ് എന്നാൽ എന്താണ്? തീർച്ചയായിട്ടും അദാനിയെ സംബന്ധിച്ചുള്ള ഒരു കേസ് നമുക്കൊരു സർപ്രൈസ് അല്ല, അല്ലേ? അദാനിയെ സംബന്ധിച്ചുള്ള കേസ് സർപ്രൈസ് അല്ല. അത് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടതാണ്, മാർക്കറ്റ് തകർന്നതാണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവിടെ സർപ്രൈസ് ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ സെബി ചെയർപേഴ്സൺ മാധുരി പുരിയെ കുറിച്ചുള്ള ആ ഒരു ഇഷ്യൂ തീർച്ചയായിട്ടും ഇവിടെ ഒരു സർപ്രൈസ് ആണ്. അപ്പൊ അതിനെ മാർക്കറ്റ് എങ്ങനെ സ്വീകരിക്കും എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടിരിക്കും. ഒരു പക്ഷേ ഹിൻഡൻബർഗ് എന്ന കമ്പനിയുടെ വിശ്വാസ്യതയായ മാർക്കറ്റ് ഒട്ടും സ്വീകരിക്കുന്നില്ലായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് അധികം ബിഹേവ് ചെയ്യുകയും ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഒന്ന് പാനിക്കാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായ ക്രാഷിനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ നാളത്തെ ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് മാറുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് എടുക്കുന്നവർക്ക് അവരെടുക്കുന്ന ട്രേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, എടുത്ത ആളുകൾക്കല്ലേ. അതെന്തുകൊണ്ട് നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾ അവിടെ വെക്കാറുണ്ട്. കാരണം പലതും ശനി ഞായർ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ ഹോൾഡ് ചെയ്താലും അതിനനുസരിച്ചുള്ള ചില പ്രധാനപ്പെട്ട സ്ട്രാറ്റജി യൂസ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? പല ഹെഡേക്കുകളും വരുന്നത് ശനിയും ഞായറും ആണെന്ന് നമുക്ക് മുന്നേ അറിയാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ശനിയും ഞായറുമാണ് എല്ലാ ഇഷ്യൂസും ഉണ്ടാവുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു 2 ദിവസം നിങ്ങൾ പൊസിഷനുകൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇനി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്ത് വേണം അത് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ ആവും അതിൻ്റെ ഒരു സ്വഭാവം എന്ന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്ന ഇപ്പോൾ ഒരു ഓവർ ബോട്ട് എന്ന റേഞ്ചിലാണ്. നമുക്കറിയാം, വലിയ ഒരു കറക്ഷൻ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഒരു പക്ഷേ ഇതൊരു കാരണമാക്കുമോ എന്നും നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, കാരണം സെബിയുടെ ചെയർപേഴ്സണായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് വളരെയധികം, അതായത് മില്യൺ കണക്കിന് ഡോളറുകൾ അവിടെ ആസ്തി ഉണ്ട് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് അല്പം ഒന്ന് പാനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം എന്തായിരിക്കും അവസ്ഥയെന്ന്. നേരത്തെയും പക്ഷേ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അദാനിയുടെ ഷെയറുകൾ ശക്തമായി ഇടിയുകയും എന്നാൽ അദ്ദേഹത്തിന്റെ പല സ്റ്റോക്കുകളും പിന്നീട് തിരിച്ചു കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു, അല്ലേ? പക്ഷെ ചില സ്റ്റോക്കുകൾ അതേ റേഞ്ചിൽ തന്നെ ഏറെക്കുറെ കിടക്കുന്നതായിട്ടും കാണുവാനും സാധിച്ചു. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ ഇതാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു തലവേന അവർക്കില്ല. പക്ഷെ ഇങ്ങനെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതലും ഇങ്ങനെയുള്ള ചില തലവേനകൾ ഇൻവെസ്റ്റേഴ്സിന് വന്ന് വീഴാറുണ്ട്. നമുക്കിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ലൊരു പച്ചമയത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് രീതിയിലേക്ക് നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ മാർക്കറ്റിനെ താഴേക്കിടാൻ ഇങ്ങനെയുള്ള ചില ആളുകൾ മുന്നോട്ട് വരുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഹിൻഡൻബർഗ് എന്നത് ഒരിക്കലും ഇന്ത്യക്ക് അനുകൂലകരമായിട്ട് സംസാരിക്കുന്ന ടീമല്ല. ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ താഴേക്കിടാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ശരിക്കും നമ്മുടെ മാർക്കറ്റൊക്കെ മറ്റു മാർക്കറ്റിനെയൊക്കെ കടത്തിവിട്ടി മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ പലപ്പോഴും US ബന്ധപ്പെട്ട പല കമ്പനികൾക്കും അത്ര സുഖിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ നേരത്തെയുള്ള പല അഭിപ്രായങ്ങളും അങ്ങനെയായിരുന്നു. കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ താഴേക്കിടുന്ന രീതിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന രീതി പോലും അവിടെ കണ്ടില്ല. അവർ ഇങ്ങനെ മുന്നേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റിന്റെ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു വിഷയത്തെയും ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കറ്റിനെ വ്യക്തമായി തന്നെ വാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരെ നമ്മളുടെ സ്ഥിരമുള്ള നമ്മളുടെ മാർക്കറ്റ് റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കറ്റ് റിപ്പോർട്ട് രീതിയിലേക്ക് വരാം. പ്രത്യേകം ഓർക്കുക, നമ്മളിവിടെ ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ അതുപോലെ തന്നെ മറ്റ് ഡേറ്റകളും എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ലാതെ വരും. ആ ന്യൂസിനായിരിക്കും അപ്പോൾ പ്രാധാന്യം. അപ്പോൾ മാർക്കറ്റ് ആ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. തൽക്കാലം നമുക്ക് ആ ന്യൂസിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷനും നമ്മുടെ ടെക്നിക്കൽ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റകളും വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിന് നാളെ എങ്ങനെയാണ്, അടുത്ത ആഴ്ച എങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു ചാനലും വരച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതുപോലെ നമ്മുടെ ചാനലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരുന്നു. ഒരു നല്ല ഗ്യാപ് ഡൗണിൽ താഴേക്ക് വന്ന ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ അതൊരു കൺസോൾട്ടേഷനിലോട്ട് തന്നെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. പക്ഷേ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു,
ശക്തമായ വോളറ്റിലിറ്റി ഉള്ള കൺസോൾട്ടേഷൻ ആണെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വിക്സ് ഒക്കെ വളരെയധികം കൂടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ എന്നാൽ വളരെ വോളറ്റിലിറ്റി, മുകളിലേക്കും താഴേക്കുമുള്ള ഒരു വോളറ്റിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത തന്നെ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു എന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ അതിനെ ഒരു ഷോർട്ട് കവറിങ് എന്ന രീതി കണ്ടാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്വഭാവമെന്ന്. അപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ എന്നത് 24,600 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എങ്കിലും ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ 24,700 നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ചാനൽ ശരിക്കും 24,700 ആണ്. 24,700 എന്ന റേഞ്ച് മുകളിലേക്ക് വരുമ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ തൽക്കാലം നോക്കേണ്ടത് ഇത്രയും ദിവസത്തെ, അതായത് 1, 2, 3, 4, 5 ഇത്രയും ദിവസത്തെ ഒരു ലോയുടെ ഒരു പവർ വരുന്നത് എവിടെയാണ്? 23,900 നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റേഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദിവസങ്ങളിലെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ശക്തമായ ഗ്യാപ് ഡൗണിലേക്ക് വരികയും മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ സ്വഭാവം മാറിയെന്ന് പറയാം. പക്ഷേ നിലവിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ കൺസോൾട്ടേഷൻ ലെവൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ലോ ബ്രേക്ക് ചെയ്യുമോ അതോ നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഹൈ, അതായത് 24,700 ബ്രേക്ക് ചെയ്യുമോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ വീക്കിലി ചാർട്ട് എടുക്കുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് അല്പം പോസിറ്റീവായിട്ടുള്ള കേസായിരുന്നു വന്നിരുന്നത്. അതായത് ശക്തമായ ഒരു താഴേക്ക് മാർക്കറ്റ് വന്നുവെങ്കിലും നല്ലൊരു ബൈയിങ് പ്രഷറിലൂടെ മാർക്കറ്റ് ഈ ആഴ്ച തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ മാർക്കറ്റിൽ ഒരു ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ വന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ സ്വഭാവം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ചാനൽ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ചാനലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയ മാർക്കറ്റ് താഴേക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ബെയറിഷ് രീതി തന്നെ തുടരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ച് എന്നാൽ നമ്മൾ പറയുന്നത് പോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിന്റെ മുകൾ ഭാഗം വരെ നമുക്ക് നോക്കാം. അതല്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ബാങ്ക് നിഫ്റ്റി നന്നായി തന്നെ വർക്ക് ആവുന്നുണ്ട്. എവിടെ ഈ ഒരു ദിവസങ്ങളിൽ ലോ ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. 49,700 എന്ന ഈ ഒരു റേഞ്ചൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നോക്കുക. എങ്കിൽ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിന്റെ ഈ ഒരു ഹൈ എന്ന ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. ശരിക്കും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് മാർക്കറ്റ് പോവുകയായിരുന്നു. കാരണം കുറെ ട്രാവൽ ചെയ്ത മാർക്കറ്റ് അല്പം ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് തോന്നിയതായിരുന്നു അല്ലേ. ഈ സമയത്ത് ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വലിയൊരു ക്രാഷിലേക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത് ഈ 200 മൂവിംഗ് ആവറേജ് ഇവിടെ കിടപ്പുണ്ട്. അതായത് 48,250 എന്ന റേഞ്ചിലാണ് നമ്മുടെ 200 മൂവിംഗ് ആവറേജ്. ഇവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇവിടുന്നൊക്കെ കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ആലോചിക്കുക. നമ്മുടെ ചാനലിന്റെ മിഡിൽ ഭാഗം കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നത് സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. വലിയ ക്രാഷ് ഒക്കെ വന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു കറക്ഷനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 200 മൂവിംഗ് ആവറേജ് ഒക്കെ 22,300 എന്ന റേഞ്ചിനടുത്താണ് കിടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളുടെ ഈ ഒരു ചാനലിന്റെ പ്രധാനപ്പെട്ട ലോ ഏരിയയിലാണ് അത് കിടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെയുള്ളത് നമ്മുടെ ചാനലിന്റെ ഈ ഒരു മിഡിൽ ഭാഗമാണ്. അത് എത്രമാത്രം റെസ്പെക്ട് ചെയ്യും എന്നത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. ഞാൻ ഈ പറയുന്നത് വലിയ ക്രാഷുകൾ ഉണ്ടായുള്ള കഥകളെ കുറിച്ചാണ്. പക്ഷേ മാർക്കറ്റ് നിലവിലുള്ള അവസ്ഥ തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷനിൽ തന്നെയാണ് എന്നത് സത്യമാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒയ ബിൽഡപ്പിലേക്കാണ്. ഒയ ബിൽഡപ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു 24,400 എന്ന റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നതായിട്ടും അതല്ലെങ്കിൽ 24,500 എന്ന റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നേരെ നമ്മൾ പുട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും 24,000 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു പുട്ട് ബിൽഡപ്പ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ചെറിയ ബെയറിഷ്നെസ് ഉണ്ട് എന്നത് സത്യം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അവസാന നിമിഷം എത്രമാത്രമായിരുന്നു ഒയ ബിൽഡപ്പിന്റെ ഒരു ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നോക്കൂ, ഒയ ബിൽഡപ്പിന്റെ ഒരു ചേഞ്ചസ് എന്നാൽ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് പോകുന്നു എന്നതിനുള്ള വളരെ വ്യക്തമായ ധാരണ നൽകുന്നതാണ്. നോക്കൂ, അവസാന നിമിഷങ്ങളിൽ പുട്ട് സൈഡിൽ നിന്നും ചെറിയൊരു അൺവൈൻഡിങ് ഉണ്ടാവുന്നത് പോലെ തന്നെ കോൾ സൈഡിൽ നിന്നും നല്ലൊരു അൺവൈൻഡിങ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് പോകുന്ന സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ഒയ ബിൽഡപ്പാണ് നമുക്കിവിടെ അവസാന ദിവസത്തെ ഒരു ഡേറ്റ എടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഫുൾ ഡേ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. നോക്കൂ, ഫുൾ ഡേ എടുക്കുമ്പോൾ തന്നെ ശരിക്കും മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലായിരുന്നു പോകുന്ന രീതിയിലായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. പക്ഷേ നോക്കൂ, നല്ല രീതിയിലുള്ള കാൾ സെല്ലേഴ്സ് ഒക്കെ എവിടുന്ന് 24,200 നിന്നും 24,300 നിന്നൊക്കെ അൺവൈൻഡിങ് ആകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുന്നതിൻ്റെ ഒരു സ്വഭാവം ഇവിടെ കണ്ടു തുടങ്ങിയിരുന്നതായിരുന്നു. പക്ഷേ
ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത് കാരണം തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ രീതിയൊക്കെ ഇനി മാറിയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നേരെ ഇൻഡെക്സ് ഓപ്ഷനിൽ FIAസിനെ പോലെയുള്ള വമ്പൻ ടീമുകളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷനിൽ അവർ ബൈ ചെയ്തേക്കുന്നത് 2 ലക്ഷത്തിനടുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. 2,19,000 എന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. പുട്ട് ബൈ ചെയ്തേക്കുന്നു നോക്കൂ, ഇവിടെ ഒരു 5 ലക്ഷത്തിനടുത്ത് പുട്ട് ബൈ ചെയ്തേക്കുന്നു. അതായത് മാർക്കറ്റിൽ FIAs സ്റ്റിൽ ബെയറിഷ് ആണ് എന്ന് നമുക്ക് വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇൻഡെക്സ് ഓപ്ഷനിൽ. നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോസ് ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് 58,000 രൂപയ്ക്കും പുട്ട് ബൈ ചെയ്തേക്കുന്നത് 57,000 രൂപയ്ക്കാണ് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വലിയൊരു പാർട്ടിസിപ്പേഷൻ അവർക്ക് ഇൻഡെക്സ് ഓപ്ഷനിൽ കാണുവാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് വിട്ടുകളയാം. പക്ഷെ FIAs നല്ല ബെയറിഷിലേക്ക് വന്നിരിക്കുന്നു. ഇനി ക്ലയന്റിന്റെ കേസിലേക്ക് വന്നാലോ, ക്ലയന്റ് ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് 1.5 ലക്ഷത്തിനടുത്താണ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ബെയറിഷ് എന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പക്ഷേ നേരെ ഇങ്ങോട്ട് ഒരു പുട്ട് സെല്ല് ചെയ്തേക്കുന്ന 10 ലക്ഷത്തിനടുത്തുണ്ട്. അതായത് മാർക്കറ്റിനെ ബുള്ളിഷ് എന്ന രീതിയിൽ അവർ കാണുന്നത് ഒരു 10 ലക്ഷത്തിനടുത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. എപ്പോഴും നമ്മൾ എന്താണ് നോക്കേണ്ടത്, ക്ലയന്റ് എന്ത് ചെയ്യുന്നു അതിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ FIAസും പ്രോസും എന്താണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, തീർച്ചയായിട്ടും മാർക്കറ്റിൽ ബെയറിഷ് രീതി ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയാണ് ഡേറ്റാസ് കാണിക്കുന്നത്. ബെയറിഷ് രീതിയാണ് എങ്കിൽ തന്നെയും പ്രോസിന്റെ കണ്ടീഷൻ കൂടി എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ രീതിയിലോട്ട് മാറിയായിരുന്നു അല്ലേ. പക്ഷെ നിലവിൽ ഡേറ്റകൾ എങ്കിലും അല്പം മുൻതൂക്കം നൽകുന്ന എവിടെയാണ്, ഒരു മാർക്കറ്റിലുള്ള ആ ഒരു ചെറിയ ബെയറിഷ് രീതിക്ക് അല്പം മുൻതൂക്കം നൽകുകയും ചെയ്യുന്നുള്ളതായിട്ട് നമുക്ക് ഡേറ്റകൾ കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു മാർക്കറ്റിന്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, FIAs നോക്കൂ തുടർച്ചയായിട്ട് സെല്ല് ചെയ്തു എങ്കിലും അവർ വെറും 400 കോടിക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസം ബൈയിലേക്ക് ഒന്ന് തിരിച്ചു വന്നു. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കേണ്ട, വളരെ ചെറിയ എമൗണ്ട് നേരത്തെ അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. നോക്കൂ തുടർച്ചയായിട്ട് സെല്ല് ചെയ്യുന്നതിന് ഇടയ്ക്ക് പുട്ടിനിടയ്ക്കൊരു പീര എന്ന രീതിയിൽ ഇടയ്ക്കൊരു ബൈ തന്ന് നമ്മളെ പറ്റിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു സെല്ലിംഗ് രീതി തന്നെയാണ് FIAs നിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സത്യത്തിൽ എപ്പോഴും DIs ആണെന്ന് കാണാൻ സാധിക്കും. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവർ ബൈ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതായത് FIAs തുടർച്ചയായിട്ട് സെല്ലിംഗ് മോഡിൽ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവർ മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. DIsന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, DIs നല്ല ബെയറിഷിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രോസിന്റെ കേസ് എടുത്താലോ, പ്രോസും ബുള്ളിഷിലേക്ക് അവർ ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതേ ഇല്ല. ക്ലയൻസിന്റെ കേസിലേക്ക് എടുത്താലും അവരും ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ആ ഒരു പ്രതീക്ഷ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന രീതിയിലൊന്നും ഇവിടെ വെച്ച് പുലർത്തുന്നതായിട്ട് കാണുവാനും സാധിക്കുന്നില്ല. അപ്പോൾ ഡേറ്റകൾ കഥ പറയുന്നത് മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഡേറ്റകൾ കഥ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഹിൻഡൻബർഗുമായിട്ടുള്ള വിഷയങ്ങൾ കാരണം നമ്മൾ അല്പം കൂടുതൽ സമയമെടുത്തു, ക്ഷമിക്കുക. എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇവന്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി പെട്ടെന്ന് നോക്കിയിട്ട് വന്നേക്കാം. ഇനി പ്രധാനപ്പെട്ട ഇവന്റുകൾ അടുത്ത ആഴ്ച വരാനുള്ളത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരാനുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ട്. അതായത് 12-ാം തീയതിയാണ് ഇൻഫ്ലേഷൻ ഇന്ത്യയുടെ റിപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ US-ന്റെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുന്നത് 14-ാം തീയതിയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പക്ഷേ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ തന്നെ US-ന്റെ ഇൻഫ്ലേഷൻ ഒരു ഇമ്പോർട്ടന്റ് കേസാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുന്നത് അത് ബുധനാഴ്ചയാണ് വരുന്നത്. ഒന്ന് മനസ്സിൽ നിങ്ങൾ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും സ്വഭാവമെന്ന് നന്നായി വാച്ച് ചെയ്ത ശേഷമേ നിങ്ങളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കാവൂ. കാരണം മാർക്കറ്റിന്റെ സ്വഭാവം വളരെ വയലന്റ് ആവുകയാണോ അതോ മാർക്കറ്റ് വളരെ ക്ഷമ കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നാളെ നമ്മളുടെ മാർക്കറ്റിൽ വളരെ രസകരമായ നിമിഷങ്ങളായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആകട്ടെ ഈ കടന്നു പോകുന്നത് എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.